ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ള ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ വരുന്ന സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റ് ആണ്. സദേൺ അതേപോലെ ഈസ്റ്റേൺ ഡിവിഷനുകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അപേക്ഷിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും. ഈ സ്പോർട്സ് കോട്ട എന്ന് പറയുന്നത് ജോലി കുറവും അതേപോലെ നല്ല ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ത്യൻ റെയിൽവേയുടെ വിവിധ ഡിവിഷനുകളിൽ സ്പോർട്സ് ക്വാട്ട റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു. സദേൺ റെയിൽവേ അതേപോലെ ഈസ്റ്റേൺ റെയിൽവേ ഡിവിഷനുകളായിട്ടാണ് നിയമനം. രണ്ടിടത്തുമായിട്ട് ടോട്ടൽ 117 ഒഴിവുകളാണുള്ളത്. താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് അപേക്ഷിക്കാം. അപ്പോൾ ഓരോന്നിനും, അതായത് സദേണിനും ഈസ്റ്റേണിനും വെവ്വേറെ വെബ്സൈറ്റാണുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, തസ്തിക അല്ലെങ്കിൽ ഒഴിവ് ഏതൊക്കെയാണെന്ന് നോക്കാം. സദേൺ റെയിൽവേയിൽ 67 ഒഴിവാണുള്ളത്. ഈസ്റ്റേൺ റെയിൽവേയിൽ 50 ഒഴിവുകളാണ്. അതേപോലെ നമ്മൾ കേരളത്തിൽപ്പെട്ടവർക്ക് സദേൺ റെയിൽവേ ആയിരിക്കും കൂടുതൽ ഉചിതമായിരിക്കുക. അപ്പോൾ സദേൺ റെയിൽവേ നോക്കാം. ചെന്നൈ ആസ്ഥാനമായുള്ള സദേൺ റെയിൽവേക്ക് കീഴിൽ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ. കായിക താരങ്ങൾക്ക് 67 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ 12 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. വെബ്സൈറ്റ് ഈ കാണുന്നതാണ് www.rrcmas.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതേപോലെ അതിലെ ഒഴിവുകളും അതേപോലെ ആ വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അത്ലറ്റിക്സ് എന്ന വേക്കൻസി ഉണ്ട്. അതേപോലെ ബോക്സിംഗ് ഉണ്ട്, ക്രിക്കറ്റ് ഉണ്ട്, ടെന്നീസ് ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ഗോൾഫ് ഉണ്ട്, സ്വിമ്മിങ്, ഫുട്ബോൾ, ഹോക്കി, വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നീ കായിക ഇനങ്ങളിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. ഇതിലേക്ക് വേണ്ട യോഗ്യത നോക്കാം. ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടെ മേൽപ്പറഞ്ഞ കായിക ഇനങ്ങളിൽ ആവശ്യമായ യോഗ്യതയും ഉണ്ടായിരിക്കണം. വിശദമായ യോഗ്യതാ മാനദണ്ഡങ്ങൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും ഒന്ന് ശ്രദ്ധിക്കുക. പ്രായം 18 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിൻ്റെ ഇളവ് ബാധകമായിരിക്കും. ശമ്പളം തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രതിമാസം 18,000 രൂപ മുതൽ 29,200 രൂപ വരെ ശമ്പളമായി ലഭിക്കാവുന്ന ഒരു ജോലിയാണിത്. അടുത്തത് ഈസ്റ്റേൺ റെയിൽവേ ആണ്. കൊൽക്കത്ത ആസ്ഥാനമായിട്ടുള്ള ഈസ്റ്റേൺ റെയിൽവേക്ക് കീഴിൽ സ്പോർട്സ് കോട്ടയിൽ കായിക താരങ്ങൾക്കായിട്ട് 50 ഒഴിവുകളിലേക്ക് നിയമനം നടക്കുന്നു. ഗ്രൂപ്പ് സി ഡി തസ്തികയിലായിട്ടാണ് അവസരം. ഒക്ടോബർ 9 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.rrcer.org എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതേപോലെ നേരത്തെ പറഞ്ഞ ഇനങ്ങൾ തന്നെയാണ് അവിടെയും ഉള്ളത്. യോഗ്യത ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടെ മേൽപ്പറഞ്ഞ കായിക ഇനങ്ങളിൽ ആവശ്യമായ യോഗ്യതയും ഉണ്ടായിരിക്കണം. വിശദമായ യോഗ്യത മാനദണ്ഡങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കും വരുന്ന പ്രായം 18 വയസ്സും 25 വയസ്സും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിൻ്റെ ഇളവ് ബാധകമായിരിക്കും. സാലറി 5,200 മുതൽ 20,200 രൂപ വരെ ശമ്പളമായിട്ട് ലഭിക്കാവുന്ന ഒരു ജോലിയാണിത്. അതേപോലെ മൂന്നാമത് വരുന്നത് ചിത്തരഞ്ജൻ ലോക്കോയിലാണ്. 12 ഒഴിവ്. ഇന്ത്യൻ റെയിൽവേക്ക് കീഴിലുള്ള ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്സിൽ കായിക താരങ്ങൾക്ക് 12 ഒഴിവിലേക്ക് നിയമനം നടക്കുന്നുണ്ട്. അപേക്ഷ ഇന്ന് കൂടി നൽകാം. അത് കഴിഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ 24 വരെ നൽകാവുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.